മനുഷ്യന്റെ ശക്തിയെ ആഘോഷിക്കുന്ന നിരവധി അത്ഭുതങ്ങളുണ്ട് ലോകത്തിൽ. ചിലത് ചില വലിയ സാമ്രാജ്യങ്ങളുടെ മഹത്വം പറയുന്നു, ചിലത് വലിയ യുദ്ധങ്ങളുടെ വിജയകഥകൾ പറയുന്നു. എന്നാൽ ഇവിടെ തെക്കേ ഇന്ത്യയിൽ കർണാടകയിലെ ഹാസൻ ജില്ലയിൽ 2000 വർഷത്തിലേറെ പ്രായമുള്ള ഒരു ജൈന തീർത്ഥാടന കേന്ദ്രത്തിൽ അധികാരത്തെയല്ല, വിജയത്തെയല്ല, ത്യാഗത്തെ ആഘോഷിക്കുന്ന ഒരു മഹാപ്രതിമയുണ്ട്. അതാണ് ശ്രാവണ ബലഗോള, അവിടത്തെ ബാഹുബലി അല്ലെങ്കിൽ ഗോമതേശ്വര പ്രതിമ. ഈ വർഷം മെയ് മാസം ആദ്യത്തിലാണ് കൊടുംചൂടിൽ പൊള്ളി വരണ്ട കർണാടകത്തിലേക്ക് 7ാം ക്ലാസ്സിലെ ചരിത്ര പുസ്തകം മുതൽ നമ്മൾ കേട്ടുശീലിച്ച ഗോമതേശ്വര പ്രതിമയെ ഞങ്ങൾ അന്വേഷിച്ച് ചെല്ലുന്നത്. ഡക്കാൻ പീഠഭൂമിയുടെ വിശാലതയിൽ ഒരൊറ്റ പാറയിൽ കൊത്തിയെടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമകളിലൊന്നിൻ്റെ ഗാംഭീര്യവും, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൗര്യ ചക്രവർത്തി നടന്നുകയറിയ പടവുകളുടെ നിശബ്ദതയും തേടി ഞങ്ങൾ വണ്ടിയോടിച്ച് ചെല്ലുന്നത്. ബംഗളൂരുവിൽ നിന്ന് ഏകദേശം 145 കിലോമീറ്റർ ദൂരമുണ്ട് ശ്രാവണ ബലഗോളയിലേക്ക്. ഹാസൻ അടുത്തുള്ള ചന്നരായ പട്ടണത്തിൽ നിന്ന് തിരിഞ്ഞ് നിരന്ന തനി ഗ്രാമീണമായ ചെറിയ റോഡിലൂടെ പോകുമ്പോൾ കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമമായേ തോന്നിയുള്ളൂ. വഴിയുടെ ഇരുപുറത്തും നിറഞ്ഞു നിൽക്കുന്ന തെങ്ങുകളുടെ നിര. അവയ്ക്കിടയിൽ പെട്ടെന്നൊരു അത്ഭുതം പോലെയാണ് ഉയർന്ന കുന്നും അതിന്മേൽ ആകാശം തൊട്ട് നിൽക്കുന്ന ഗോമതേശ്വരനും ദൂരക്കാഴ്ചയിൽ വെളിപ്പെട്ടത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ശ്രാവണ ബലഗോള. ഒരു വലിയ പ്രതിമ മാത്രമല്ല ഇവിടെയുള്ളത്, 2000 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ചരിത്രവും അതിനേക്കാൾ പഴക്കമുള്ള ഒരു ജീവിത ദർശനവുമുണ്ട്. ശ്രാവണ ബലഗോള എന്ന പേരിലെ ശ്രാവണൻ ജൈന ഭിക്ഷുവും ബലഗോള വെളുത്ത കുളവുമാണ്. ശ്രാവണന്റെ ധവള സരോവരം. ചരിത്രത്തിലേക്ക് വളർന്നുയർന്നു നിൽക്കുന്ന വിന്ധ്യഗിരി എന്നും ചന്ദ്രഗിരി എന്നും പേരുള്ള 2 കുന്നുകളും അവയ്ക്കിടയിലെ വിശാലമായ കുളവുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ശ്രമണ ഭിക്ഷുക്കൾ വസിച്ചിരുന്ന കുന്നിനുമേലെ നിൽക്കുമ്പോൾ വെയിലിൽ വെള്ളി പോലെ തിളങ്ങുന്ന ഈ വലിയ കുളത്തിൽ നിന്നുമാണ് ഈ ഇടത്തിന് പേരുണ്ടായത്. മുഖാമുഖം നിൽക്കുന്ന കുന്നുകളിൽ വലിപ്പമുള്ള വിന്ധ്യാഗിരിക്ക് മുകളിലാണ് ബാഹുബലി അല്ലെങ്കിൽ ഗോമതേശ്വരന്റെ ഒറ്റക്കല്ലിൽ തീർത്ത പ്രതിമയുള്ളത്. തീർത്ഥാടന കേന്ദ്രമായതിനാൽ ചെരുപ്പില്ലാതെ വേണം മലയിലേക്കുള്ള പാറയിൽ കൊത്തിയ പടവുകൾ കയറാൻ. ചൂടുള്ള കല്ലുകൾ ശീലമില്ലാത്ത നമ്മുടെ കാലുകൾക്ക് വേണ്ടി സോക്സുകൾ വിൽക്കുന്നവരെ എല്ലായിടത്തും കാണാം. വെയിലുറയ്ക്കുന്നതിന് മുൻപ് കുന്നു കയറുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. വിന്ധ്യഗിരിയുടെ മുകളിലെത്താൻ ഏകദേശം 620-ലധികം പടവുകൾ കയറണം. വലിയ കരിങ്കൽ പാറയിലാണ് ഈ ഉയരം കുറഞ്ഞ പടവുകൾ കൊത്തിയെടുത്തിരിക്കുന്നത്. നമ്മൾ കുന്നു കയറാൻ ആരംഭിക്കുന്നത് വഴിയരികിലെ ഗുരുഗപ്പ ശ്രീ ബ്രഹ്മദേവ ക്ഷേത്രം കണ്ടുകൊണ്ടാണ്. ജൈന വിശ്വാസപ്രകാരം ബ്രഹ്മദേവൻ ഒരു യക്ഷനാണ്. യക്ഷന്മാരും യക്ഷിണിമാരും തീർത്ഥങ്കരന്മാരുടെ രക്ഷാധികാരികളായ ദേവതകളാണ്. ഭക്തർ തീർത്ഥങ്കരന്മാരെ ആരാധിക്കുന്നതോടൊപ്പം ഇത്തരം രക്ഷാദേവതകളെയും വണങ്ങും. വിന്ധ്യഗിരിയിൽ വെയിലിൽ നിന്ന് ആശ്വാസത്തിനായും വിശ്രമിക്കുന്നതിനായും ഇടയ്ക്കിടയ്ക്ക് ഗ്രീൻ മാറ്റും കൊണ്ട് മൂടിയ ഇടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മുകളിലേക്ക് ഓരോ പടിയും കയറുമ്പോൾ ചുറ്റുമുള്ള കാഴ്ചകൾ കൂടുതൽ മനോഹരമായി വരും. താഴെ കാണുന്ന ശ്രാവണ ബലഗോള നഗരവും വലിയ കുളവും ദൂരെ തലയുയർത്തി നിൽക്കുന്ന ചന്ദ്രഗിരി കുന്നും ഒരു ചിത്രപടം പോലെ മുന്നിൽ തെളിയും. കാറ്റിന്റെ മുഴക്കവും ചുട്ടുപഴുക്കാൻ തുടങ്ങുന്ന പാറയുടെ ചൂടും പടികയറ്റത്തിന് കൂട്ടുവരും. ഈ കുന്നിന് വലിയൊരു ആത്മീയമായ ഊർജമുണ്ട്. നൂറ്റാണ്ടുകളായി ലക്ഷക്കണക്കിന് സന്യാസിമാരും തീർത്ഥാടകരും വലിയ പ്രജാപതിമാരും ഇതേ പടവുകളിലൂടെയാണ് നടന്നുപോയതെന്ന ഓർമ്മ തന്നെ ആവേശകരമാണ്. കുന്നിന്റെ പകുതിയിലധികം എത്തുമ്പോൾ നമ്മൾ പഴയ കവാടങ്ങൾ കടന്നു പോകും. ഗംഗാ രാജവംശത്തിന്റെയും വിജയനഗര സാമ്രാജ്യത്തിന്റെയും കാലത്ത് നിർമ്മിച്ച കൽമണ്ഡപങ്ങളാണിവ.
ചിലർക്കെങ്കിലും ഒരു സ്ഥലത്തിന്റെ ചരിത്രം അവിടെയുള്ള കെട്ടിടങ്ങളുടെ പ്രായം കൊണ്ടല്ല അളക്കപ്പെടുന്നത്. ആ മണ്ണ് എത്ര തലമുറകളുടെ ഓർമ്മകൾ സൂക്ഷിക്കുന്നു എന്നതാണ് യഥാർത്ഥ അളവുകോൽ. കഥകളും ലിഖിതങ്ങളും പുരാരേഖകളും ചേർന്നാണ് ശ്രാവണബെൽഗോളയുടെ ചരിത്രം എഴുതുന്നത്. ക്രിസ്തുവിന് മുമ്പ് 3-ാം നൂറ്റാണ്ടിൽ തുടങ്ങി ജൈന സന്യാസിമാരുടെ ധ്യാന കേന്ദ്രമായിരുന്നു ഈ മലകൾ. ശ്രാവണബെലഗോളയുടെ ചരിത്രം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റേത്. ജൈന പാരമ്പര്യമനുസരിച്ച് തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം രാജ്യം ഉപേക്ഷിച്ച് ജൈന ആചാര്യനായ ഭദ്രബാഹുവിനോടൊപ്പം ദക്ഷിണേന്ത്യയിലേക്ക് വന്നു. ഒടുവിൽ ചന്ദ്രഗിരി മലകളിൽ താമസിച്ച് സല്ലേഖന എന്ന ജൈനവ്രതത്തിലൂടെ ഉപവാസമനുഷ്ഠിച്ച് ജീവിതം അവസാനിപ്പിച്ചു എന്നാണ് വിശ്വാസം. ഇന്ന് നാം കാണുന്ന ശ്രാവണബെലഗോളയുടെ രൂപം പ്രധാനമായും പശ്ചിമ ഗംഗാ രാജവംശത്തിന്റെ കാലഘട്ടത്തിലാണ് രൂപപ്പെട്ടത്. 4 മുതൽ 11 വരെ നൂറ്റാണ്ടുകളിൽ ദക്ഷിണ കർണാടക ഭരിച്ച ഗംഗ രാജാക്കന്മാർ ജൈനമതത്തിന്റെ പ്രധാന രക്ഷാധികാരികളായിരുന്നു. അവരുടെ ഭരണകാലത്ത് അനേകം ബസതികൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ, ശിലാലിഖിതങ്ങൾ എന്നിവ ഇവിടെ നിർമ്മിക്കപ്പെട്ടു. പിന്നീട് ഹൊയ്സാല രാജവംശവും വിജയനഗര സാമ്രാജ്യവും മൈസൂർ വോഡയാർ ഭരണാധികാരികളും ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ സംരക്ഷണം തുടർന്നു. അങ്ങനെ സുദീർഘമായ സാംസ്കാരിക തുടർച്ചയുടെ സാകല്യമാണ് ശ്രാവണബെലഗോള. വിന്ധ്യഗിരി കുന്നിന് മുകളിൽ നിന്ന് ചന്ദ്രഗിരിയെയും തിരിച്ചും കാണുന്നത് മനോഹരമായ കാഴ്ചയാണ്. ഡെക്കാന്റെ നിരപ്പായ ഭൂപ്രകൃതിയിൽ നിന്ന് അസാമാന്യമായി കൂർത്തുയർന്നു നിൽക്കുന്ന കുന്നുകൾ. വിന്ധ്യഗിരിയിൽ നിൽക്കുമ്പോൾ വിശാലമായ കുളത്തിനും കണക്കില്ലാത്ത തെങ്ങിൻ തോട്ടങ്ങളുടെ സമൃദ്ധിക്കുമിടയിൽ കുന്നുകളിലെ നിരവധിയായ ബസതികളെ കാണാനാവും. ഒരു കാലത്ത് അവയിൽ ആയിരക്കണക്കിന് ജൈന ഭിക്ഷുക്കൾ വസിച്ചിരുന്നു. വിന്ധ്യഗിരി കുന്നിൽ ഗോമതേശ്വര പ്രതിമയുള്ള നിർമ്മിതിയിലേക്ക് എത്തുന്നതിന് മുൻപ് നമ്മൾ ഒഡേഗൽ ബസതി എന്ന ജൈന ക്ഷേത്രത്തിലെത്തും. ഒഡേഗൽ എന്ന കന്നഡ പദത്തിന് താങ്ങുകല്ലുകൾ എന്നാണ് അർത്ഥം. കുത്തനെയുള്ള കുന്നിൻ ചെരിവിൽ ഉറപ്പിനു വേണ്ടി വലിയ കരിങ്കൽ സ്ലാബുകൾ മുട്ടുകളാക്കി നൽകി ക്ഷേത്രത്തെ താങ്ങി നിർത്തിയിരിക്കുന്നു. ഇതിനെ ത്രികൂട ബസതി എന്നും വിളിക്കാറുണ്ട്. ക്ഷേത്രത്തിനകത്ത് ഒരേ നിരപ്പിൽ 3 പ്രധാന ഗർഭഗൃഹങ്ങളും പ്രതിഷ്ഠകളുമുണ്ട്. ജൈനമതത്തിലെ ആദ്യ തീർത്ഥങ്കരനായ ആദിനാഥനാണ് മുഖ്യപ്രതിഷ്ഠ. വലതുവശത്ത് 16ാമത്തെ തീർത്ഥങ്കരനായ ശാന്തിനാഥൻ, ഇടതുവശത്ത് 22ാമത്തെ തീർത്ഥങ്കരനായ നേമിനാഥൻ. ബസതിക്ക് സമീപത്തായി പാറകളിൽ വിവിധ ഭാഷകളിലെ ലിഖിതങ്ങൾ കാണാം. അവ കണ്ണാടികൾ പതിപ്പിച്ച് സംരക്ഷിച്ചിട്ടുണ്ട്. കുന്നിൻ മുകളിൽ പ്രധാന ക്ഷേത്ര സമുച്ചയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ദക്ഷിണേന്ത്യൻ ശില്പകലയുടെ ഉത്തമ ഉദാഹരണമായ ത്യാഗത ബ്രഹ്മസ്തംഭം കാണാം. 2.3 മീറ്റർ ഉയരമുള്ള അലങ്കരിച്ച സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു സ്തംഭമാണ് ത്യാഗട ബ്രഹ്മദേവ സ്തംഭം. സ്തംഭത്തിന്റെ തണ്ടിൽ മനോഹരമായ വള്ളിച്ചെടികളെയും മണിയുടെ ആകൃതിയിലുള്ള പൂക്കളെയും ചിത്രീകരിച്ചിരിക്കുന്ന കൊത്തുപണികൾ കാണാം. സൂക്ഷ്മമായ കൊത്തുപണികൾ നൂറ്റാണ്ടുകളുടെ വെയിലിനെയും മഴയെയും വെളിവില്ലാത്ത ചില യാത്രികരെയും അതിജീവിച്ച് ഇപ്പോഴും മിഴിവോടെ നിൽക്കുന്നത് ആരെയും അത്ഭുതപ്പെടുത്തും. സ്തംഭം ഒരു ചതുരാകൃതിയിലുള്ള അടിത്തറയിലാണ്. അതിൽ ചമുണ്ഡരായന്റെയും അദ്ദേഹത്തിന്റെ ഗുരു നേമിചന്ദ്രന്റെയും റിലീഫ് രൂപങ്ങളുണ്ട്. മലയുടെ നെറുകയിലെത്തുമ്പോൾ ബാഹുബലിയെ കാണുമ്പോൾ ആദ്യം നമ്മെ കീഴടക്കുന്നത് അതിന്റെ വലിപ്പമാണ്. ഏകദേശം 57 അടി ഉയരത്തിൽ ഒരൊറ്റ ഗ്രാനൈറ്റ് പാറയിൽ കൊത്തിയെടുത്ത ഒരു മനുഷ്യരൂപം. പശ്ചിമ ഗംഗാ രാജവംശത്തിലെ മന്ത്രിയും പണ്ഡിതനുമായിരുന്ന ചൗണ്ഡരായൻ ആണ് AD 978 ഈ പ്രതിമ നിർമ്മിച്ചത്. അമ്മ കാളലാദേവിയുടെ ആഗ്രഹപ്രകാരമാണ് അദ്ദേഹം ഈ മഹാദൗത്യം ഏറ്റെടുത്തത്. അരിഷ്ടനേമി എന്ന വിഖ്യാത ശില്പിയുടെ നേതൃത്വത്തിൽ 100 കണക്കിന് കലാകാരന്മാർ ചേർന്നാണ് ശിലാമകുടത്തിലെ കൂറ്റൻ ഗ്രാനൈറ്റ് ശിലയിൽ നിന്ന് ബാഹുബലി അല്ലാത്ത ഭാഗങ്ങളെ ചെത്തിമാറ്റി 10 ആൾ ഉയരമുള്ള വടിവൊത്ത മൊണോലിത്തിക് പ്രതിമ സാധ്യമാക്കിയത്. അരിഷ്ടനേമിയുടെ നിർമ്മാണ ചാതുരിയിൽ മുഖത്ത് ചെറിയ ഒരു പുഞ്ചിരിയുമായി, കൈകൾ ശരീരത്തിൽ തൊടാതെ താഴ്ത്തിയിട്ട് പാദങ്ങൾ ഭൂമിയിൽ ഉറപ്പിച്ച്
നഗ്നനായി നിൽക്കുന്ന ഗോമതേശ്വര പ്രതിമ. അതിൻ്റെ ഭാവമാണ് കയോത്സർഗം. ശരീരം വെടിയുന്നതിന് തൊട്ടു മുമ്പുള്ള അവസ്ഥയായാണ് ജൈനർ ഇതിനെ കണക്കാക്കുന്നത്. ഇതൊരു പ്രതാപത്തിൻ്റെയോ യുദ്ധവിജയത്തിൻ്റെയോ സ്മാരകമല്ല. മനുഷ്യചരിത്രത്തിൽ അപൂർവമായി മാത്രം ആഘോഷിക്കപ്പെടുന്ന ഒരു വിജയത്തിൻ്റെ പ്രതീകമാണ്. സ്വന്തം അഹങ്കാരത്തെ കീഴടക്കിയ വിജയത്തിൻ്റെ. ശ്രദ്ധിച്ചാൽ ഈ മുഖത്ത് വിജയിയുടെ അഭിമാനമില്ല, കോപമില്ല, ഭയമില്ല, അതിരുകളില്ലാത്ത ശാന്തത മാത്രമേ ഉള്ളൂ. ആരാണ് ബാഹുബലി? ജൈനമതത്തിലെ ആദ്യ തീർത്ഥങ്കരനായിരുന്നു അയോധ്യ ഭരിച്ചിരുന്ന ഋഷഭദേവൻ. അദ്ദേഹത്തിന് 2 ഭാര്യമാർ. ആദ്യ ഭാര്യ സുമംഗലയ്ക്ക് ഭരതൻ തുടങ്ങിയ 99 പുത്രന്മാരും ബ്രാഹ്മി എന്ന മകളും. രണ്ടാം ഭാര്യ സുനന്ദാദേവിക്ക് ബാഹുബലി എന്ന ഏക മകനും സുന്ദരി എന്ന മകളും. ഋഷഭൻ രാജ്യഭാരമെല്ലാം മക്കളെ ഏൽപ്പിച്ച് സന്യാസം സ്വീകരിച്ചു. ഭരതൻ അയോധ്യയും രണ്ടാമനായ ബാഹുബലിക്ക് പൗനാഥപുരവുമായിരുന്നു കൊടുത്തത്. ശേഷിക്കുന്ന പുത്രന്മാർക്ക് അദ്ദേഹം തൻ്റെ വിശാലമായ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പകുത്തു നൽകി. ഭരണം ആരംഭിച്ച ഉടൻ ഭരതൻ ചക്രവർത്തിയാകാൻ ചക്രരത്നമെന്ന ആയുധവുമായി ദിഗ്വിജയത്തിനിറങ്ങി. വർഷങ്ങളോളം നീണ്ട പോരാട്ടത്തിൽ സാമന്ത രാജാക്കന്മാരെ എല്ലാം കീഴടക്കി. ബാഹുബലി ഒഴികെയുള്ള സഹോദരന്മാരെല്ലാവരും രാജ്യം ജ്യേഷ്ഠന് വിട്ടുകൊടുത്ത് സന്യാസത്തിനു പോയി. സമ്പൂർണ്ണ വിജയത്തിനായി ബാഹുബലിയുമായി യുദ്ധം ചെയ്യുന്നതിന് ഭരതൻ തയ്യാറെടുത്തു. അഹിംസയുടെ ആദർശവുമായി ഒത്തുതീർപ്പിന് വന്നവരുടെ വാക്കുകൾ സ്വീകരിച്ച് വലിയൊരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനായി സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാതെ സഹോദരന്മാർ തമ്മിൽ മാത്രം 3 മത്സരങ്ങൾ നടത്തി. ദൃഷ്ടിയുദ്ധം, ജലയുദ്ധം, മല്ലയുദ്ധം. ഈ 3 യുദ്ധങ്ങളിലും ബാഹുബലി ഭരതനെ നിശേഷം പരാജയപ്പെടുത്തി. എന്നാൽ വിജയിച്ച നിമിഷത്തിൽ ജ്യേഷ്ഠനോട് യുദ്ധം ചെയ്യേണ്ടി വന്നതിൽ ബാഹുബലിക്ക് വല്ലാത്ത ദുഃഖം തോന്നി. ഈ മണ്ണും അധികാരവും താൽക്കാലികമാണെന്ന് തോന്നി. നേടിയ രാജ്യം മുഴുവൻ ജ്യേഷ്ഠന് വിട്ടുകൊടുത്ത് സന്യസിക്കാൻ തീരുമാനിച്ചു. പശ്ചാത്താപ വിവശനായ ബാഹുബലി തപസ് കഠിനമാക്കാൻ നിന്നുകൊണ്ടാണ് തപസ് അനുഷ്ഠിച്ചത്. നിശ്ചലമായ ശരീരത്തിലൂടെ വള്ളികൾ പടർന്നു. അതേ നിൽപ്പിൽ ബാഹുബലി നിർവ്വാണം പ്രാപിച്ചതായാണ് ജൈനവിശ്വാസം. അവരുടെ സങ്കല്പത്തിൽ എല്ലാ തീർത്ഥങ്കരന്മാർക്കും മുൻപേ ആദ്യം മോക്ഷം നേടിയത് ഗോമതേശ്വരൻ അഥവാ ബാഹുബലിയാണ്. ബാഹുബലിയുടെ പിതാവ് ഋഷഭനാണ് ആദ്യമായി ഒരു വ്യവസ്ഥാപിത ഭരണം കൊണ്ടുവന്നത് എന്ന് കരുതപ്പെടുന്നുണ്ട്. ഭാഗവത പുരാണത്തിലും ജൈന ഗ്രന്ഥങ്ങളിലും ഋഷഭന്റെ മഹത്വം വാഴ്ത്തപ്പെടുന്നുണ്ട്. ഭരതനിൽ നിന്നാണ് ഭാരതവും ഭാരതവർഷവും ഉണ്ടായത്. ഋഷഭനെയും ബാഹുബലിയെയും പോലെ ഭരതനും പിന്നീട് എല്ലാം ത്യജിച്ച് സന്യാസം സ്വീകരിച്ചു. ഈ ശില്പത്തിൻ്റെ മഹത്വം അതിൻ്റെ ഉയരത്തിലല്ല, അത് പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തിലാണ്. നമ്മളിൽ ഭൂരിഭാഗവും ആളുകൾ ബാഹുബലി എന്ന് കേൾക്കുന്നത് SS രാജമൗലിയുടെ പ്രശസ്തമായ സിനിമയിലൂടെയാണ്. സിനിമയിലെ കഥയും ശ്രാവണബെളഗോളയിലെ ബാഹുബലിയും തമ്മിൽ നേരിട്ട് ചരിത്രപരമായ ബന്ധമൊന്നുമില്ല. സിനിമ സാങ്കല്പികമാണ്. എങ്കിലും ജൈന ഐതിഹ്യത്തിലെ ബാഹുബലിയുടെ ഭുജബലത്തിൽ നിന്നും സഹോദരനായ ഭരതനുമായുള്ള അധികാര തർക്കത്തിൽ നിന്നും ത്യാഗത്തിൻ്റെ മഹത്വത്തിൽ നിന്നും ഭരതൻ്റെ ചക്രായുധത്തിൽ നിന്നുമൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടാണ് സിനിമയ്ക്ക് ആ പേരും കഥാപരിസരവും നൽകിയിരിക്കുന്നത്. സിനിമയിലെ കൂറ്റൻ പ്രതിമകളുടെ ദൃശ്യഭംഗിക്കു പിന്നിലും ശ്രാവണബെളഗോളയുടെ ഈ ഗോമതേശ്വര പ്രതിമയുടെ സ്വാധീനമുണ്ട്. ഒരു സംസ്കാരത്തെ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ യുദ്ധഭൂമികൾ മാത്രം നോക്കിയാൽ പോരാ. അതിൻ്റെ ആരാധനാലയങ്ങളും ശിലാലിഖിതങ്ങളും നിശബ്ദമായി കിടക്കുന്ന പാറകളും വായിക്കണം. ശ്രാവണബെളഗോള അത്തരമൊരു തുറന്ന ചരിത്ര ഗ്രന്ഥമാണ്. പാറകളിൽ പുരാതന കന്നഡ ലിപികളിലും പ്രാകൃതത്തിലും തമിഴിലും സംസ്കൃതത്തിലുമൊക്കെയുള്ള ശിലാലിഖിതങ്ങൾ ധാരാളമായി കാണാം. 800-ലധികം ശിലാലിഖിതങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ രേഖകൾ രാജാക്കന്മാരുടെ ഭരണചരിത്രം മാത്രമല്ല, സന്യാസിമാരുടെ ജീവിതം, ദാനധർമ്മങ്ങൾ, ക്ഷേത്രനിർമ്മാണം, സാമൂഹിക ബന്ധങ്ങൾ എന്നിങ്ങനെ വിവിധ വിഷയങ്ങൾ അവയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ശ്രാവണബെളഗോളയുടെ കഥകൾ ക്രിസ്തുവിന് മുൻപ് ആരംഭിക്കുമ്പോഴും ഇവിടെ നിലനിൽക്കുന്ന ഏറ്റവും പഴയ ശിലാലിഖിതങ്ങൾ ക്രിസ്തുവർഷം 5-ാം നൂറ്റാണ്ടിലേതാണ്. ഇന്ത്യയിലെ ജൈന പാരമ്പര്യത്തെക്കുറിച്ചുള്ള
ഏറ്റവും സമ്പന്നമായ ശിലാലിഖിത ശേഖരങ്ങളിലൊന്നാണ് ശ്രാവണബെലഗോള. ശ്രാവണബെലഗോളയെക്കുറിച്ച് പറയുമ്പോൾ മഹാമസ്തകാഭിഷേകത്തെക്കുറിച്ച് പറയണം. 12 വർഷത്തിലൊരിക്കൽ ആയിരക്കണക്കിനു ഭക്തജനങ്ങൾ ഇവിടെ ഒന്നിച്ചുകൂടി മഹാപ്രതിമയ്ക്കുമേൽ മസ്തകാഭിഷേകം നടത്തും. 1800 വർഷം പഴക്കമുള്ള ഗോമതേശ്വര പ്രതിമയെ ചന്ദനം, മഞ്ഞൾ, കുങ്കുമം, പാൽ, നെയ്യ്, തൈര്, കരിമ്പിൻ നീര്, അരിപ്പൊടി, സ്വർണ്ണ നാണയങ്ങൾ എന്നിവ കൊണ്ട് കുളിപ്പിക്കും. രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴയ മഹാമസ്തകാഭിഷേകം AD 1398 നടന്നതായാണ്. 2018 ഫെബ്രുവരി മാസത്തിലാണ് അവസാനം നടന്നത്. ഇനി 2030 അടുത്ത മഹാമസ്തകാഭിഷേകം. ജൈന ക്ഷേത്രങ്ങളെ ബസതി എന്നാണ് വിളിക്കുന്നത്. ഓരോ ബസതിയും ഒരു ആരാധനാലയം മാത്രമല്ല, അത് ശില്പകലയുടെ പഠനശാലയാണ്. ലളിതമായ രൂപകൽപ്പന, സൂക്ഷ്മമായ കൊത്തുപണികൾ, അനാവശ്യമായ അലങ്കാരങ്ങൾ ഒഴിവാക്കിയ വാസ്തുശൈലി, ഇവയെല്ലാം ജൈന ദർശനത്തിൻ്റെ ആത്മാവിനെ തന്നെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ നന്നായി മനസ്സിലാക്കുന്നത് ചന്ദ്രഗിരി കുന്ന് കയറി അവിടത്തെ നിരവധിയായ ബസതികളിലൂടെ നടക്കുമ്പോഴാണ്. തീർത്ഥാടകർക്ക് ഏറ്റവും പവിത്രമായത് ചന്ദ്രഗിരി കുന്നാണ്. ചന്ദ്രഗിരിയിലേക്കുള്ള വഴിയിലുടനീളം പലവിധ രൂപത്തിലുള്ള പാറകൾ രസകരമായി കാണാം. മഴയുടെയും വെയിലിൻ്റെയും കാറ്റിൻ്റെയും ചിലപ്പോൾ മിന്നലിൻ്റെയും ഉളിമുനയൊരുക്കിയ വിചിത്രാകൃതികൾ. അവയായിരിക്കണം കല്ലിൽ കാലത്തെ അതിജീവിക്കുന്ന ഇതിഹാസങ്ങൾ എഴുതാൻ മനുഷ്യരെ കാലവും പ്രേരിപ്പിച്ചിരിക്കുക. നിരവധി പുരാതന ബസതികളുണ്ട് ഇവിടെ. അക്കന ബസതി, ചന്ദ്രഗുപ്ത ബസതി, ശാന്തിനാഥ ബസതി, പാർശ്വനാഥ ബസതി, കട്ടിലെ ബസതി, ചന്ദ്രപ്രഭ ബസതി, സുപാർശ്വനാഥ ബസതി, ചമുണ്ടരായ ബസതി എന്നിങ്ങനെ. ഹൊയ്സാല രാജാവായിരുന്ന വിഷ്ണുവർദ്ധനന്റെ രാജ്ഞി ശാന്തളാദേവി ഇവയുടെ നിർമ്മാണത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. വിന്ധ്യഗിരിയിലെ പോലെ വലിയ ജനത്തിരക്ക് ഇവിടെ കാണാറില്ല. തിളച്ച വെയിലിൽ ചുട്ടുപഴുത്ത പാറപ്പരപ്പിലെ ബസതികൾക്കുള്ളിൽ കയറുമ്പോൾ പുറത്തിനു വിപരീതമായി അകത്തെ തണുപ്പും ഇരുട്ടും നിശബ്ദതയും നമ്മളെ വല്ലാതെ ആകർഷിക്കും. 14ഓളം ജൈന തീർത്ഥങ്കരന്മാരുടെ ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ ഒരു ചെറിയ ഗുഹാക്ഷേത്രവും. ബാഹുബലിയുടെ പ്രതിമയുടെ വലിപ്പമില്ലെങ്കിലും സാമാന്യം വലിയൊരു ഭരതശില്പം ചന്ദ്രഗിരിയിലുണ്ട്. ചരിഞ്ഞു നിൽക്കുന്ന ഒരർത്ഥകായ രൂപം. ക്ഷേത്രപ്രതിഷ്ഠകൾക്കെല്ലാം കാവൽക്കാരായി യക്ഷനും യക്ഷിയുമുണ്ട്. ഓരോ ഇടങ്ങളിലും പ്രാർത്ഥിക്കേണ്ട മന്ത്രങ്ങൾ ഇംഗ്ലീഷിലും കന്നഡയിലും എഴുതി വച്ചിട്ടുണ്ട്. ചന്ദ്രഗുപ്ത മൗര്യൻ തൻ്റെ ഗുരുവായ ശ്രുതകോവലൻ ഭദ്രബാഹുവിനോടൊപ്പം ഈ കുന്നിലെ ഗുഹയിലാണ് അവസാന കാലത്ത് വസിച്ചിരുന്നത്. ഗുരു മരിച്ചതിന് ശേഷവും ചന്ദ്രഗുപ്തൻ അവിടെ തുടർന്നു. സല്ലേഖന വ്രതം അനുഷ്ഠിച്ച് സ്വയം മരണം വരിച്ചു. ക്രമേണ സമാധി അല്ലെങ്കിൽ സല്ലേഖന ആഗ്രഹിക്കുന്നവർക്ക് ഈ കുന്ന് അങ്ങനെ പ്രിയപ്പെട്ടതായി. 9-ാം നൂറ്റാണ്ടുവരെ സന്യാസിമാരും സാധാരണക്കാരും സ്ത്രീകളുമൊക്കെ ഇവിടെ അതിനായി എത്തി. ആയിരക്കണക്കിനു പേർ ഉപവാസവ്രതം അനുഷ്ഠിച്ച് മരണത്തെ സ്വീകരിച്ചതിൻ്റെ ഓർമ്മകൾ തണുപ്പായി, ഇരുളായി, നിശബ്ദതയായി ഇവിടെ തളം കെട്ടിയിരിക്കുന്നു. ഇന്ത്യ ലോകത്തിന് നൽകിയ 2 മഹാമതങ്ങളിലൊന്നാണ് ജൈനമതം, മറ്റേത് ബുദ്ധമതമാണ്. ജീവിതത്തെ ഉടനീളം ചൂഴ്ന്നു നിൽക്കുന്ന 5 പ്രബോധനങ്ങളാണ് ജൈനമതത്തിൻ്റെ വലിപ്പം. ഉപദ്രവിക്കരുത്, കള്ളം പറയരുത്, നൽകാത്തത് എടുക്കരുത്, ഇന്ദ്രിയങ്ങളുടെ അടിമയാകരുത്, ഒന്നും കൈവശം വയ്ക്കരുത്. അത് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട്, നേടിയതെല്ലാം നിസാരമായി ഉപേക്ഷിച്ചുകൊണ്ട്, കത്തുന്ന വെയിലിൽ അനന്തതയിലേക്ക് നിവർന്നു നോക്കി സ്വയം പൂർണ്ണനായി ഗോമതേശ്വരൻ നിൽക്കുന്നു. യാത്രകളെ, കാഴ്ചകളെ നമുക്ക് പല വിധത്തിൽ അറിയാൻ സാധിക്കും. മിക്കപ്പോഴും നമ്മൾ ചെയ്യുന്നത് പോലെ കണ്ണുകൾ കൊണ്ട് മാത്രമായി.
കാഴ്ചകളും ഒച്ചകളും മാത്രമായി, അല്ലെങ്കിൽ ഒരു പഠിതാവിൻ്റെ അറിവും കൗതുകവുമായി. എന്നാൽ അതിനെല്ലാം കടന്ന് ഒരു വലിയ രാജ്യത്തിൻ്റെ, ഒരു വലിയ ജനതയുടെ, അവർ കാലങ്ങളായി നേടിയെടുത്ത അനന്ത വൈവിധ്യങ്ങളുടെ വൈപുല്യത്തിൽ, അപാരവും ഗഹനവുമായ സങ്കല്പങ്ങളിൽ ആഴമുള്ള താതാത്മ്യപ്പെടലോടെ നമുക്ക് ഉള്ളിലേക്കെടുത്ത് സ്വയം വിപുലീകരിക്കാവുന്ന ചില ഇടങ്ങളുണ്ട്. അജന്തയും എല്ലോറയും കൊണാർക്കും ഖജുരാഹോയും എലിഫന്റായും ഒക്കെ പോലെ അത്തരമൊരിടമാണ് ശ്രാവണബെലഗോള. അവിടെ പോകുമ്പോൾ സഞ്ചാരിയുടെ കൗതുകക്കണ്ടു മാത്രമല്ല, ചരിത്രത്തിൻ്റെ നാൾവഴികളെക്കുറിച്ചുള്ള അറിവും ജിനന്റെ ജീവിതാദർശങ്ങളെക്കുറിച്ചുള്ള ധാരണയും അപാരമായ കനിവിനു വഴങ്ങുന്നൊരു മനസ്സും നമ്മളൊപ്പം കരുതണം. നിങ്ങൾ ശ്രാവണബെലഗോള സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് ഏറ്റവും ചേർന്നത്. രാവിലെ 6 മണിക്ക് തന്നെ നിങ്ങൾക്ക് കുന്നുകൾ കയറാൻ സാധിക്കും. ഹാസനിൽ നിന്നോ ബംഗളൂരുവിൽ നിന്നോ ഒറ്റ ദിവസം കൊണ്ട് വന്ന് കണ്ടുപോകാൻ സാധിക്കുന്ന വിധത്തിൽ മികച്ച യാത്രാ സൗകര്യങ്ങളുണ്ട്. ശ്രാവണബെലഗോളയിലേക്ക് ഇപ്പോൾ റെയിൽ കണക്ടിവിറ്റിയുമുണ്ട്. ചരിത്രവും ആത്മീയതയും വാസ്തുവിദ്യയും ഒക്കെ ചേരുന്ന ഇവിടുത്തെ കാഴ്ചകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി ചേർക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ കാഴ്ചകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. വീണ്ടും കാണും വരേക്കും സ്നേഹത്തോടെ രാജീവ് മണ്ണയം.